Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of circle. Circle starterle അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരു തിയറും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾ പോയി ഒന്ന് കാണുക. അതേമാതിരി തന്നെ ഈ ഒരു സർക്കിൾ സ്റ്റാർട്ടറിനെ സംബന്ധിച്ച് തിയറംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നത്. ആകെ 2 തിയറംസ് ആണ് പഠിക്കാനുള്ളത്. ആ 2 തിയറംസ് നമുക്ക് ആപ്ലിക്കേഷനിലായിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള 2 തിയറംസ് ആണ്. അപ്പം നന്നായി തന്നെ പഠിക്കുക. പ്രൂഫ് അടക്കം നമ്മളുടെ CBSE ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. നന്നായി തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സസൈസിലേക്ക് കിടക്കാം. ആദ്യത്തെ എക്സസൈസ് ചെറിയൊരു എക്സസൈസ് ആണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഹൗ മെനി ടാൻജൻസ് ക്യാൻ എ സർക്കിൾ ഹാവ്? ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സർക്കിളിനെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. സോ എത്ര ടാൻജൻസ് ഉണ്ടായിരിക്കും? കുറേ അധികം ടാൻജന്റ് ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ഒരു സർക്കിൾ നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കാം, ഈ പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കാം അല്ലേ? അപ്പം എങ്ങനെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ടാൻജന്റ് വരയ്ക്കാനായിട്ട് പറ്റും. അതായത് ഒരു സർക്കിളിൽ നമുക്ക് ഇൻഫിനൈറ്റ്ലി മെനി ടാൻജൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ആ ടാൻജന്റ് ടു എ സർക്കിൾ ഇന്റർസെക്ട്സ് ഇറ്റ് ഇൻ ഡാഷ് പോയിന്റ്. എത്ര പോയിന്റിൽ ഒരു ടാൻജന്റ് ഇന്റർസെക്ട് ചെയ്യും? ഒരൊറ്റ പോയിന്റ്. ലൈൻ ഇന്റർസെക്ടിങ് എ സർക്കിൾ ഇൻ 2 പോയിന്റ്സ് ഇസ് കോൾഡ് സീക്കൻഡ്. സീക്കൻഡ് എന്നാണ് ആക്ച്വലി അതിനെ വിളിക്കുക. സർക്കിൾസിന് എത്ര പാരലൽ ടാൻജന്റ് ഉണ്ടാവും? ഇവിടെ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിന് പാരലായിട്ട് എനിക്ക് ഇവിടെ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ അല്ലേ? അപ്പം 2 പാരലൽ ടാൻജൻസ് ആണ് എന്ത് ചെയ്യുള്ളൂ? അറ്റ്മോസ്റ്റ് ഒരു സർക്കിളിന് ഉണ്ടായിരിക്കുള്ളൂ. അടുത്തത്, ദ കോമൺ പോയിന്റ് ഓഫ് എ ടാൻജന്റ് ഇസ് നോൺ ആസ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് അല്ലേ? ടാൻജന്റ് ഈ സർക്കിളിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിനെ നമ്മൾ ആക്ച്വലി എന്താ വിളിക്കുക? പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്നാണ് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് ചിലപ്പോൾ MCQനൊക്കെ ചോദിക്കാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ വി ക്യാൻ ഡ്രോ ദ ഫിഗർ. ആദ്യം നമുക്ക് ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ച് അനലൈസ് ചെയ്യാം. A tangent PQ at a point P of a circle of radius 5 cm meets a line through the center O at a point Q such that OQ is equal to 12 cm. Okay. ക്വസ്റ്റ്യൻ ആദ്യത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരണമെന്നില്ല. പിന്നെ 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക, എന്നിട്ട് ഒന്ന് ഫിഗർ വരച്ച് നോക്കി നോക്കുക കേട്ടോ. അത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഒരു 2-3 പ്രാവശ്യം വായിച്ചതിന് ശേഷം ഒരു ഫിഗർ കൺസ്ട്രക്ട് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾ വരച്ച ഫിഗറും ക്വസ്റ്റ്യനും കറക്റ്റ് ആണോ, തമ്മിൽ ബന്ധമുണ്ടോ, ആക്ച്വൽ ഫിഗർ തന്നെയാണോ വരച്ചിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ മാത്രമാണ് നമുക്കിത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ എ ടാൻജന്റ് PQ at a point P. ഒരു ടാൻജന്റ് ഉണ്ട് PQ എന്ന് പറഞ്ഞിട്ടുള്ള ടാൻജന്റ്. at a point P of a circle of radius 5 cm meets a line through the center. അതായത് PQ എന്ന് പറഞ്ഞിട്ടുള്ള ടാൻജന്റ് സർക്കിളിന്റെ സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈനിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സോ P സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈനിനെ ഇന്റർസെക്ട് ചെയ്യുന്നു. സോ ദാറ്റ് the radius is 5 cm. അപ്പോൾ റേഡിയസ് എന്താണ്? 5 cm ആണ്. And at a point Q so that OQ is equal to 12 cm. അങ്ങനെയാണെങ്കിൽ OQ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്? 12 cm ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയെങ്കിലും ആയിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മളുടെ തൊട്ട് മുന്നത്തെ പഠിച്ചിട്ടുള്ള തിയറം അല്ലേ? തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള തിയറം എന്താണ്? ടാൻജന്റ് ടു എ സർക്കിൾ ഇസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതിൽ സെയിം ഫിഗർ ആണ് വരുന്നത്. Pയും Qയും നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്തതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് OQ ഒക്കെ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് PQ എന്ന് പറഞ്ഞിട്ടുള്ള ടാൻജന്റിന്റെ PQ നെയിമിങ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? PQ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലായി, ടാൻജന്റിന്റെ അറ്റ് ദ എൻഡിലല്ല നിങ്ങൾ Pയും Qയും മാർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ നെയിമിങ്സ് ആണ് ആക്ച്വലി എന്ത് വരുന്നത്? Pയും Qയും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് PQ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആംഗിൾ PQ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആംഗിൾ P എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് ബൈ തിയറം 1 എന്താണ് പറയുന്നത്? ഇത് തന്നെയാണ് പറയുന്നത് അല്ലേ? അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ റേഡിയസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത് വരുന്നത്?
നമ്മളുടെ ആംഗിൾ പി വരുന്നത് അല്ലേ. സോ ആംഗിൾ പി ഈക്വൽ ടു 90 ഡിഗ്രി ബൈ തിയറം 1 അല്ല എഴുതേണ്ടത്, ആ സ്റ്റേറ്റ്മെന്റ് അടക്കം എഴുതണം കേട്ടോ. ഓക്കെ, സോ ഒ പി സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ ക്യു സ്ക്വയർ ബൈ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം ഇതാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് പൈ സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 144. 12 സ്ക്വയർ എത്രയാണ്? 144 ആണ്. ഓർ പി ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 144 മൈനസ് 25. 144 മൈനസ് 25 എത്രയാണ്? കാൽക്കുലേറ്റ് ചെയ്യുക. 4 5 എത്രയാണ്? 9 ആണ് വരുന്നുണ്ടാവുക. ആൻഡ് 14 പോവില്ല, 13 ആവും അല്ലേ. ഇവിടെ ഒരു എണ്ണം ബോറോ ചെയ്തു. സോ 13 മൈനസ് 2 എത്രയാണ്? 11. സോ 119 ആണ് പി ക്യു സ്ക്വയർ. ഓർ പി ക്യു ഇസ് ഈക്വൽ ടു എന്താണ്? √119. ഇത്രയും മെഷർമെന്റ് ഉണ്ടോയെന്ന് നോക്കി നോക്കാം. യെസ്, അവിടെ ആൻസർ ഉണ്ട്. ഡി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കണം, അത് ആദ്യം മനസ്സിലാക്കണം. പിയും ക്യൂവും ആക്ച്വലി ഫിഗറിലെ നെയിമിങ്സ് ആണ്. പിയും ക്യൂവും നിങ്ങൾ അറ്റ് ദ എൻഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിഗർ വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നെക്സ്റ്റ് കിടക്കാനുള്ളത് നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറത്തിലേക്കാണ്, വിച്ച് ഈസ് എക്സ്റ്റീരിയർ ടാൻജന്റ് തിയറം. ടാൻജന്റ് തിയറത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. സോ ഫോർ ദാറ്റ് തിയറംസ് നന്നായി സ്റ്റേറ്റ്മെന്റ് ഒക്കെ അറിഞ്ഞിരിക്കണം. തിയറത്തിലേക്ക് നമുക്ക് കടക്കാം. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു വിസ്ഡം അക്കാഡമി ക്ലാസ്സസ്. സോ നമ്മൾ സർക്കിൾസ് ചാപ്റ്റർ ആണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കിൾസ് ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം. നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഒന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലംസിൽ ആപ്ലിക്കേഷൻ ലെവലായിട്ടും ചോദിക്കാറുള്ള ഒരു തിയറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറമാണ് ഈ എക്സ്റ്റേണൽ ടാൻജന്റ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. അതായത് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജന്റ്, ഒരു സർക്കിളിലേക്ക് വരയ്ക്കുന്ന രണ്ട് ടാൻജന്റ് ഈക്വൽ ഇൻ ലെങ്ത് ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ തിയറം പറഞ്ഞിട്ടുള്ളത് അതാണ്. സോ നമ്മൾ ഒരു ഫിഗർ ആണ് ഇവിടെ റിലേറ്റ് ചെയ്ത് വരച്ചിട്ടുള്ളത്. സെന്റർ O എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന് എക്സ്റ്റീരിയർ ആയിട്ട് ഒരു പോയിന്റ് പി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ടെക്സ്റ്റിലത്തെ സെയിം ഫിഗർ തന്നെയാണ് വരച്ചിട്ടുള്ളത്, അതേ രീതിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതിന് പകരം എ ബിയോ സിയോ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം ജസ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സെയിം ഫിഗർ തന്നെയാണ് എടുത്തിട്ടുള്ളത്, സെയിം നെയിമിങ്സ് തന്നെയാണ്. സോ പി ഈസ് ആൻ എക്സ്റ്റേണൽ പോയിന്റ് ആൻഡ് പി ക്യു ആൻഡ് പി ആർ ആർ ദ ടു ടാൻജൻസ് ടു ദ സർക്കിൾ. പി ക്യൂവും പി ആറും എന്താണ്? രണ്ട് ടാൻജൻസ് ആണ്. കണ്ടോ, ക്യൂലും ആറിലും ആണ് a point of intersection. അപ്പോൾ ഒരൊറ്റ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നതാണല്ലോ. സോ പി ക്യു ആൻഡ് പി ആർ ആർ ദ ടു ടാൻജൻസ് ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ക്യു ആൻഡ് പി ആർ ഈക്വൽ ഇൻ ലെങ്ത്. ഇത് രണ്ടും ഈക്വൽ ഇൻ ലെങ്ത് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് എഴുതി, ഗിവൺ കണ്ടീഷൻ എഴുതി. എന്താണ്? ഒരു സർക്കിൾ സെന്റർ O വെച്ചിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്. പി ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആണ്. പി ക്യൂവും പി ആറും രണ്ട് ടാൻജൻസ് ആണ്. ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ. അത് എഴുതി വെച്ചു. എപ്പോഴും ഒരു ജോമെട്രി ചാപ്റ്റർ നിങ്ങൾ ഫേസ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് നിങ്ങൾ സോൾവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഫിഗർ വരയ്ക്കണം വിത്ത് പ്രോപ്പർ നെയിമിങ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ. പ്രൂഫ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു തിയറത്തിന്റെ പ്രൂഫ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതുക, ഗിവൺ കണ്ടീഷൻ എഴുതുക, കൺസ്ട്രക്ഷൻ എഴുതുക, ടു പ്രൂവ് എഴുതുക, പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പോർഷൻ അവോയ്ഡ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക? സെയിം രീതിയിൽ തന്നെ പ്രൊസീഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജോമെട്രി എപ്പോഴും ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ഓരോന്നിനും മാർക്ക് കിട്ടുന്നത് കേട്ടോ. സോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒ പിയും ഒ ക്യൂവും ഒ ആറും ഒക്കെ തമ്മിൽ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. അപ്പോൾ കൺസ്ട്രക്ഷൻ നമ്മളെപ്പോഴും ഒരു ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടു പ്രൂവ് പി ക്യു ഈക്വൽ ടു പി ആർ. പി ക്യൂവും പി ആറും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൂഫിലേക്ക് കടക്കുകയാണ്. Consider triangle OPQ and triangle OPR. ഇവിടെ രണ്ട് ട്രയാങ്കിൾ ആണുള്ളത്. ഒന്ന് ഇവിടുത്തെ ട്രയാങ്കിളും ഒന്ന് ഇവിടുത്തെ ട്രയാങ്കിളും. ആ രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റുക? OQ OR അല്ലേ? OQന്റെ അതേ പൊസിഷനിലാണ് OR.
സോ ഒ ക്യു ഈക്വൽ ടു ഒ ആർ എന്ന് എഴുതാം, വിച്ച് ഇസ് റേഡിയസ്. റേഡിയസ് ആണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഒ ക്യുവും ആറും, അത് എപ്പോഴും തുല്യമായിരിക്കും. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? ഒരു ടാൻജന്റ് ഒരു റേഡിയസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ? തിയറം 1 അതല്ലേ പറയുന്നത്. സോ ആംഗിൾ ക്യൂ നോക്കി നോക്കുക, ആംഗിൾ ക്യൂയുടെ അതേ പൊസിഷനിൽ തന്നെയാണ് ആംഗിൾ ആർ. ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ബൈ തിയറം 1. ഞാൻ തിയറം 1 എഴുതുന്നു, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഞാൻ തിയറം 1 എഴുതി എന്ന് പറഞ്ഞാൽ അതേമാതിരി എഴുതരുത്. തിയറം 1 എന്താണോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ എഴുതേണ്ടത്, അല്ലാണ്ട് 1, 2 എന്ന് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. 1 എന്താണ്? ദ ടാൻജന്റ് ടു എ സർക്കിൾ ഇസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആസ് എ ഹോൾ നിങ്ങൾ കാണാപ്പാഠം പഠിച്ച് എഴുതിയില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആംഗിൾ ക്യൂവും ആംഗിൾ ആറും 90 ഡിഗ്രി ആണ് കിട്ടി. 2 കണ്ടീഷൻസ് കിട്ടി. നെക്സ്റ്റ് ഈ 2 ട്രയാങ്കിളിലും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് ഒ പി. സോ ഒ പി ഈക്വൽ ടു ഒ പി എന്ന് എഴുതാം, വിച്ച് ഇസ് കോമൺ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഏത് ഒരു ആംഗിൾ ഉണ്ട്, 2 സൈഡ് ഉണ്ട്. വി ക്യാൻ ഗോ ഫോർ SAS വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്കൊരു പ്രോബബിലിറ്റിയും കൂടെ ചെക്ക് ചെയ്യണം, RHS ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. റൈറ്റ് 90 ഡിഗ്രി ഉണ്ട്, ഹൈപ്പോട്ടന്യൂസ് ആണ് ഇവിടുത്തെ ഒ പിയുടെ കണ്ടീഷൻ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? റൈറ്റ് ആംഗിളും ഹൈപ്പോട്ടന്യൂസും ഒരു സൈഡും ആണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ RHS കോൺഗ്രുവൻസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. സോ ട്രയാങ്കിൾ OPQ is congruent to triangle OPR by RHS congruence. RHS congruence വെച്ചിട്ട് നമുക്ക് എന്താണ് കിട്ടി? OPQ is congruent to OPR ആണെന്ന് കിട്ടി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ PQ is equal to എന്താണ്? PR ആണ്, ബിക്കോസ് CPCT കണ്ടീഷൻ ആണ് അല്ലേ. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, PQൻ്റെ അതേ പൊസിഷനിൽ വേണം PR എഴുതാനായിട്ട്. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ PQൻ്റെ അതേ പൊസിഷനിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? PR എഴുതാനായിട്ട് കേട്ടോ. അപ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ 9th ട്രയാങ്കിൾസിൻ്റെ കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വേറൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.